34-ാം സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനത്തിന് നമ്മൾ വിഷയീഭവിക്കുന്നത്. അതിന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പ്രിയപ്പെട്ട ബ്രദർ റെജി വായിച്ച് നമ്മൾ കേട്ടല്ലോ. അതിലെ പല വാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന വാക്യങ്ങളാണ്. അതിലൊന്നാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. പിന്നീട് 8-ാമത്തെ വാക്യം പരിചയമാണ്, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 11-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുകയാണ്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് കേൾക്കുവാനും കാക്കുവാനും ജീവനുള്ള വചനങ്ങൾ നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഈ വചനം ധ്യാനിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവേ, പുതുജീവൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ, പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ, ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് ആളുകൾ വല്ലാതെ ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ്. അത് എൻ്റെ ഒരു കണ്ടെത്തലല്ല, മനഃശാസ്ത്ര ലോകം ഒന്നിച്ചു നിന്ന് അടിവരയിടുന്ന ഒരു കാര്യമാണ്. പഴയ കാലത്തേതിനേക്കാൾ ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ ഒരുപാട് മുൻപോട്ട് വളർന്നുവെങ്കിലും പണ്ടുണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ഭയം, പേടി അവരെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു. മനഃശാസ്ത്ര മേഖലയിൽ പേടിക്ക്, ഭയത്തിന് പറയുന്ന മറ്റൊരു വാക്ക് ഫോബിയ എന്നാണ്. ഫോബിയ എന്ന് പറയുന്നത് അയഥാർത്ഥമായ, യുക്തിസഹമല്ലാത്ത പല കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്ന് വല്ലാതെ ഭയക്കുകയും ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ധൈര്യമില്ലാതെ ആ ഭയം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഫോബിയ. ധാരാളം ഫോബിയകളുണ്ട്. അത് പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതും ജീവികളായിട്ട് ബന്ധപ്പെട്ടതും വെള്ളം കാണുമ്പോഴുള്ളതും ഒരുപാട് മേഖലകളിലെ വൈവിധ്യമാർന്ന ഫോബിയ ഉണ്ട്. ഇവിടെ ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഗത്ത് പറയുന്ന ഒരു ശക്തമായ വാക്കാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ നമ്മെ സജ്ജമാക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം, അത് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഈ സങ്കീർത്തനത്തോട് ചേർന്ന്, പരിചിതമായ ഒരു സങ്കീർത്തനത്തോട് ചേർന്ന് നമ്മുടെ നിത്യ ജീവിതത്തെ, ആ ദൈനംദിന ജീവിതത്തെ ചേർത്ത് വായിക്കുവാനും ധ്യാനിക്കുവാനും മനനം ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. ഈ സങ്കീർത്തന ഭാഗം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതുകൊണ്ട് അതിൻ്റെ ഓരോ വാക്യങ്ങളും, വാക്യം പ്രതി വാക്യം അതിനെപ്പറ്റി ധ്യാനിക്കുവാനായിട്ട് ഞാൻ ഒരുമ്പെടുന്നില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലവും ഇന്ന് ഈ സങ്കീർത്തനത്തെ നമ്മൾ വായിച്ച് ധ്യാനിച്ച് ജീവിതത്തെ എപ്രകാരമാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ക്രമീകരിക്കേണ്ടത് എന്നുള്ളത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ഈ ദൈവവചനത്തെ പാലാണ്, മധുരമാണ്, തേനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ നല്ല രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സങ്കീർത്തനങ്ങളെ മൊത്തത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവവചനം വേദപുസ്തകത്തിലെ
ഏറ്റവും നല്ല സമീകൃത ആഹാരമാണ് ഈ സങ്കീർത്തനം. സങ്കീർത്തനം സമീകൃതമാണ്. സങ്കീർത്തനം വായിച്ചാൽ വേദപുസ്തകത്തിലെ ഏത് ഭാഗത്ത് വായിക്കുന്ന വിഷയങ്ങളും ഈ സങ്കീർത്തനത്തിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു. ഒരു സങ്കീർത്തനം വായിച്ചാൽ അതിനകത്ത് സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ഉപദേശങ്ങളുണ്ട്, നമ്മുടെ അത്ഭുതങ്ങളെ പറ്റിയുണ്ട്, അടയാളങ്ങളെ പറ്റിയുണ്ട്, പ്രാർത്ഥനയെ പറ്റിയുണ്ട്. സങ്കീർത്തനത്തിനില്ലാത്ത വിഷയങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സങ്കീർത്തനം ഒരു സമീകൃത ആഹാരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പൊതുവെ വേദപുസ്തകം മുഴുവൻ വായിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ചുരുക്ക വായനയായിട്ട് നമ്മൾ സമീകൃത ആഹാരമായ സങ്കീർത്തനം, ഇന്നിനിപ്പോൾ എല്ലാം കൂടെ വായിക്കണ്ട, നമുക്ക് സങ്കീർത്തനം വായിച്ച് ഒരുപാട് ക്ഷീണിച്ചു, സമയം പോയി, അതുകൊണ്ടൊരു സങ്കീർത്തനം വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. അതിന് തന്നെ വേദപുസ്തകം തുറക്കാൻ നമ്മുടെ കൈക്ക് ബലമില്ല എങ്കിൽ നമ്മൾ ആ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും ഇന്ന് 23-ാം സങ്കീർത്തനോ 121 രാത്രി പേടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, ഫോബിയയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സങ്കീർത്തനം 91 മനപ്പാടം അറിയാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 2-3 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം കുരിശ് വരച്ച് കട്ടിലിലോട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റമൂലി പോലെ, ഞാനതിനൊരു നല്ല വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ഒരു സമീകൃത ഒരു ആഹാരമാണ് സങ്കീർത്തനം. അതുകൊണ്ട് ഇന്ന് വായിച്ച ഈ 34-ാം സങ്കീർത്തനത്തിലും നമ്മൾ ഈ വേദപുസ്തകത്തിലെ ഏത് വിഷയങ്ങളെടുത്ത് ചിന്തിക്കാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുന്നതിനുള്ള അതിൻ്റെ ജിസ്റ്റ്, അതിൻ്റെ രത്നച്ചുരുക്കം ഈ 34-ാം സങ്കീർത്തനത്തിൽ ഉണ്ട്. അതിലെ ഒരു വാക്യം ഞാൻ എടുത്ത് വായിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ആരുടെ സങ്കീർത്തനമാണ്, എന്താണ് സന്ദർഭം എന്നുള്ളത് ഏത് സാധാരണക്കാരനും മനസ്സിലാകത്തക്ക രീതിയിൽ ഈ വേദപുസ്തകം ക്രോഡീകരിച്ച ആളുകൾ നമുക്കൊരു ആമുഖം തന്നിട്ടുണ്ട്. ഞാനത് വായിക്കാം. ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. എല്ലാ കാര്യവും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം അവൻ അഭിനയിച്ചു. അവിടെ നിക്കക്കള്ളിയില്ലാതെ അവൻ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ്. ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ്. ഭയന്ന് പോയ സന്ദർഭങ്ങളിൽ പാടിയ സങ്കീർത്തനമാണ്. പലായനം ചെയ്തപ്പോൾ പാടിയ പാട്ടാണ് ഇത്. ഒരുപാട് കാര്യങ്ങളിൽ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ, പലായനത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന വേദപുസ്തക ഭാഗം 1 ശമൂവേൽ 21-ാം അധ്യായമാണ്. ഇന്നിപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ വായിക്കേണ്ട, ഞാൻ അതിനകത്തെ കാര്യങ്ങൾ പറയാം. ഒരു 17-ാം അധ്യായം തൊട്ട് 21-ാം അധ്യായം വരെയുള്ള ദാവീദിൻ്റെ ജീവിത അനുഭവങ്ങളെ, അല്ലെങ്കിൽ ദാവീദിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇസ്രയേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതും, അഭിഷേകം ചെയ്തതിന് ശേഷം ആ ചുമതലയിലേക്ക്, രാജസിംഹാസനത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിനു മുമ്പും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന ആ ഒരു അനുഭവത്തെയാണ് ഈ ഓട്ടത്തെ പറ്റിയെല്ലാം പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് ചിന്തകൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാവീദിനെ ശമൂവേൽ തൈലക്കൊമ്പുമായി ചെന്ന് അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദിൻ്റെ പ്രായം 15. ദാവീദ് ഇസ്രയേലിൻ്റെ രാജാവായി സിംഹാസനത്തിലേക്ക്, ആ സിംഹാസന ആരൂഢനായി തീരുമ്പോൾ വയസ്സ് 30. നമ്മളിപ്പോൾ ഈ ബിഷപ്പുമാരെയും ആർച്ച് ബിഷപ്പുമാരെയും കർദിനാളിനെയും ഒക്കെ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ, ഈ രംഗങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു ബിഷപ്പിനെ വാഴിച്ചാൽ അത് സ്ഥാനാരോഹണമാണ്. എന്നാൽ ചുമതലയിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്ത്രോണീസോ എന്നാണ് സുറിയാനിയിൽ പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒരു സുറിയാനി പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. സിംഹാസനത്തിലേക്ക്, ഭദ്രാസനത്തിൻ്റെ അല്ലെങ്കിൽ ചുമതലയിലേക്ക് പ്രവേശിക്കുന്ന, ആ ചുമതലയിലേക്ക് പ്രവേശിക്കുന്ന സുന്ത്രോണീസോ ശുശ്രൂഷ എന്ന് പറയും. അപ്പോൾ ദാവീദ് 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ശമൂവേൽ അഭിഷേക കൊമ്പ് കൊണ്ട് അവനെ അഭിഷേകം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്.
എന്നാൽ അതിനുശേഷം 15 വർഷമെടുത്തു ശൗലിന് ശേഷം ഈ രാജസ്ഥാനത്ത് സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇരുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം ഒരുപാട് ഉണ്ട്. അതിനിടയിൽ നടക്കുന്ന ഒരു ഓട്ടമത്സരവും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദാവീദ് ഈ ചുമതലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുവാൻ കഴിയാതെ യോനാഥാൻ്റെ ആലോചനയോടുകൂടെ ഇവിടെ നിന്നാൽ ശൗല് നിന്നെ തട്ടിക്കളയും. ശൗലിനെ രക്ഷിച്ച ധാരാളം സന്ദർഭമുണ്ട്. ഫെലിസ്ത്യൻ്റെ വലിയ നേതാവായ ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി അവൻ്റെ വാളൂരി അവൻ്റെ ശിരസ് ഛേദിച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്ത ആളാണ്. ശൗലിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി ദുരാത്മാവ് വ്യാപിപ്പിച്ചപ്പോൾ കിന്നരം വായിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് മ്യൂസിക് തെറാപ്പിയിലൂടെ അവന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ദാവീദാണ് വന്ന് കിന്നരം വായിച്ച് അവൻ്റെ ദുരാത്മാവിനെ ബാക്കി അവന് ശാന്തത ലഭിക്കുന്നത് കാണുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഈ വലിയ ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധക്കളങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരിയായ വിജയം നേടിക്കൊടുക്കുന്നത് ദാവീദ് ആണ്. അതിൻ്റെ പേരിലൊക്കെ പല ഓഫർ കൊടുത്തിട്ടുണ്ട്. മൂത്ത മോളെ കെട്ടിച്ചു തരാം. അപ്പോൾ അതിന് പോരാതെ വന്നപ്പോൾ മീകളിനെ അടുത്ത ആളിനെ ആലോചിച്ചു. അതെല്ലാം ഓഫറുകളായിട്ട് ഈ മുന്നിൽ വന്ന് നിൽക്കുന്ന സന്ദർഭം. യോനാഥാനുമായിട്ട് ദാവീദിന് വലിയ സൗഹൃദം. ഒടുവിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. ഈ 1 ശമൂവേൽ 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഓടിച്ചെല്ലുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഒരു പുരോഹിതൻ്റെ അടുക്കൽ അദ്ദേഹം ചെല്ലുന്നുണ്ട്. 21-ാം അധ്യായം ഇപ്പോൾ വായിക്കണ്ട, ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അഹീമേലെക്ക് എന്ന പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിശപ്പാണ്, ഒന്നും കഴിക്കാനായിട്ടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്. കാഴ്ചയപ്പം അവന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം പറയുകയാണ്, എനിക്ക് ആയുധങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുവാൻ. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിനക്കായുധം നിന്നെ രക്ഷിച്ച ഈ ഗോലിയാത്തിൻ്റെ കയ്യിൽ ഉറയിലുണ്ടായിരുന്ന വാൾ ഇവിടെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആ വാൾ തന്നെ നിനക്ക് തരാം എന്ന് പറയുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് ഗത്തിലെ രാജാവായ ആഖീസിൻ്റെ അടുക്കലാണ്. അബീമേലക്ക് എന്ന പേരിലാണ് ഗത്തിലെ രാജാക്കന്മാരെ അറിയപ്പെടുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ രാജാവിൻ്റെ കൂടെയുള്ള പട്ടാളക്കാർക്കെല്ലാം മനസ്സിലായി, ഇവൻ ദാവീദ് രാജാവ് തന്നെയാണ്. പല സന്ദർഭങ്ങളിൽ അവനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാജാവാണ് ദാവീദിനെ തിരിച്ചറിഞ്ഞ സമയത്ത് അവൻ ബെസ്റ്റ് ആക്ടർ അവാർഡിന് യോഗ്യനായി. അവൻ അന്നേരം വളരെ നല്ലതുപോലെ ബുദ്ധിഭ്രമം കാണിക്കുന്ന ആളായിട്ട് തുപ്പലൊലിപ്പിക്കുകയും വാതിലെ കിടന്നടിക്കുകയും ബഹളമുണ്ടാക്കുകയും നല്ല ഒന്നാന്തരം ഓസ്കാർ അവാർഡ് കിട്ടത്തക്ക രീതിയിൽ അവൻ അഭിനയിച്ചു. അവിടെ നിന്ന് നിൽക്കാതെ വന്നപ്പോഴാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ അതുല്ലാം ഗുഹയിൽ അഭയം തേടുന്നതായി കാണും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്, രാജാവായി ചെറുപ്പത്തിലെ അഭിഷേകം ചെയ്ത ആള് രാജസിംഹാസനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ അനുഭവിച്ചതായ ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. അവന് നിക്കക്കള്ളിയില്ലാതെ വന്ന സന്ദർഭങ്ങളിൽ നാടുവിട്ടു പോകേണ്ട സന്ദർഭങ്ങളുണ്ട്. രാജാവായിട്ട് അഭിഷേകം ചെയ്തുവെങ്കിലും കഷ്ടതകളുടെ കഠിന ശോധനകളിലൂടെ അവൻ യാത്ര ചെയ്ത് പോകുന്ന സന്ദർഭങ്ങളിൽ ആ കാലഘട്ടത്തിനിടയിൽ കിട്ടിയ സുന്ദരമായ പാട്ടാണ് ഈ 34-ാം സങ്കീർത്തനം. നല്ല പാട്ടുകാരോടെല്ലാം ചോദിച്ചാൽ പറയും, അവർ നല്ല ഒന്നാന്തരം കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ കയറി എയർ കണ്ടീഷൻ മുറിക്കകത്തിരുന്നതിന് ശേഷം പാട്ട് വരട്ടെ കർത്താവേ എന്നും പറഞ്ഞ് പാട്ട് വന്നിട്ടില്ല. ഒരുമാതിരിപ്പെട്ട പാട്ടുകളെല്ലാം ജീവിതഗന്ധിയായി മനുഷ്യഹൃദയങ്ങളിൽ സ്പർശിച്ചു നിൽക്കുന്നത് ഭക്തന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച യാതനകളുടെയും പട്ടിണിയുടെയും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം അവരെ ധൈര്യപ്പെടുത്തുന്നതായ പാട്ടുകൾ ദൈവം അവർക്ക് കൊടുത്തു. കൊച്ചുകുഞ്ഞുപദേശി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളുടെയും പാട്ട് നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നൊന്ത് എഴുതിയിട്ടുള്ള പാട്ടുകളാണ്, വേദനിച്ചെഴുതിയതായ പാട്ടുകളാണ്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ ഈ യേശുവാണ് കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ പാട്ടുകൾ. അതുകൊണ്ട് ഈ ദാവീദ് വലിയ മിടുക്കനാണെങ്കിലും ഭയന്നുപോയ സന്ദർഭങ്ങൾ, അവൻ ഞെട്ടിപ്പോയ സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടിയത് സുന്ദരമായ പാട്ടുകളാണ്. ആ പാട്ടുകൾക്കകത്തുള്ള ഒരു സുന്ദരമായ സമീകൃത ഒരു ഗാനമാണ്, അല്ലെങ്കിൽ ഒരു സംഗീതമാണ് 34-ാം സങ്കീർത്തനം. ഞാനപ്പോൾ ഇതിൻ്റെ ഒരു
പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ദാവീദാണ് അവൻ്റെ പലായനത്തിൻ്റെ നാളുകളിൽ, ഒളിച്ചോട്ടത്തിൻ്റെ നാളുകളിൽ, ശൗൽ അവനെ നിരന്തരമായിട്ട് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ, ജീവൻ പണയപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിലാണ് സുന്ദരമായ പാട്ട് പാടിയവൻ തുടങ്ങുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ സങ്കീർത്തനത്തിന് 3 ഭാഗങ്ങൾ ഉണ്ട്. ആ ഭാഗാടിസ്ഥാനത്തിലൊന്നും പ്രസംഗിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എന്തെങ്കിലും 3 ഭാഗങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഭാഗം അച്ഛൻ പറഞ്ഞോ, അല്ലെങ്കിൽ അച്ഛൻ ദിവസം വായിച്ചിട്ടില്ലല്ലോ എന്ന് വല്ലോ നിങ്ങൾ കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച 3 ഭാഗങ്ങൾ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ മഹത്വീകരണ ഭാഗമാണ്. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഭാഗമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് എക്സോൾട്ടേഷനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ശുശ്രൂഷയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ഇരുന്ന് പാടിയതും എഴുന്നേറ്റിരുന്ന് പാടിയതും എല്ലാം ജീവനുള്ള ദൈവത്തെ ഹൃദയം കൊണ്ട് നമ്മൾ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരമാണ് കാണുന്നത്. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ആണ്. ദാവീദ് കടന്നുപോയ ജീവിതത്തിൻ്റെ യാതനകൾ, അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലവിളി, അദ്ദേഹത്തിൻ്റെ യാചനകളുടെ ശബ്ദം ആണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. അതുപോലെ കലർപ്പില്ലാത്ത, മായം ചേരാത്ത അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ അവിടെ പകർത്തിയിരിക്കുകയാണ് 4 മുതൽ 10 വരെയുള്ള എക്സ്പീരിയൻസസ്. പിന്നീട് 11 മുതൽ നമ്മൾ മുന്നോട്ട് വായിക്കുന്ന 22 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് എക്സോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രബോധനം കൊടുക്കുകയാണ്. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ, ഭയം മാറിയതിന് ശേഷം ഏറ്റവും കലർപ്പില്ലാത്ത സംശുദ്ധമായ ഭക്തി ഏതാണ്, വിശ്വാസം ഏതാണ് എന്നുള്ളത് ഇനിയും ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളോടും വരും തലമുറയോടും ദാവീദ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, ഞാൻ എൻ്റെ ശരിയായിട്ടുള്ള ജീവിത അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പാകെ പങ്കുവെച്ചു, ഇന്ന ഭയ അനുഭവങ്ങളിലൂടെ ഒളിച്ചോടിപ്പോയ ആളാണ്, എന്നാൽ എന്നെ ദൈവം വിടുവിച്ചു, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് മക്കളെ എന്ന് പറയുമ്പോൾ ഈ വരുന്ന തലമുറയോട് മുഴുവൻ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാൻ, ഗുണദോഷിക്കുവാൻ, പ്രബോധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു. അപ്പം 3 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. സ്തുതിയും സ്തോത്രവുമുണ്ട്, അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നുണ്ട്, അതിനുശേഷം ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം അതിൻ്റെ പ്രബോധനം, ദൈവത്തിൻ്റെ വലിയ ആലോചന അടുത്ത തലമുറയ്ക്ക് പങ്കിട്ട് കൊടുക്കുന്നതായി കാണും. നമ്മളിനി അതിൻ്റെ 3 പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിവിടെ വായിച്ച ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലിരുന്നു കൊള്ളണം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. വലിയ മിടുക്കനായ ദാവീദ്, അദ്ദേഹം ചെറിയ ആളാണ്, എന്നാലും കോമളരൂപനും സുനേത്രനൊക്കെ ആണെന്ന് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. വലിയ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് പാട്ടുണ്ട്, അല്ലെങ്കിൽ സംഗീതമുണ്ട്, ഭരണ നേതൃത്വമുണ്ട്, സൗഹൃദങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായ ആളാണ് ഈ ദാവീദ്. എന്നാൽ ആ ദാവീദ് പറയുകയാണ്, ഞാൻ വല്ലാതെ ഭയന്നുപോയി, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇനിയും ഭയം കൂടാതെ ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അതാണ് പറയുന്നത്. ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുക. ഒരു ഭക്തൻ, ഒരു വിശ്വാസി ആരെ ഭയപ്പെടണം? ദാവീദ് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഞാൻ ശൗലിനെയാണോ ഭയപ്പെടുന്നത്? ശൗലിൻ്റെ പട്ടാളത്തെയാണോ ഭയപ്പെടുന്നത്? രാജ്യത്തെയാണോ ഭയപ്പെടുന്നത്? ഗോലിയാത്തിനെയാണോ ഭയപ്പെടുന്നത്? ഫെലിസ്ത്യരെയാണോ ഭയപ്പെടുന്നത്? ഞാൻ പലരെയും ഭയപ്പെട്ടു പോയി. പിന്നീട് അദ്ദേഹം തിരിച്ചറിയുകയാണ്, ഒരാളെ ഭയന്നാൽ മതി, അത് ദൈവത്തെ ഭയന്നാൽ മതി. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുമല്ലോ. വല്ലാത്ത ഭയങ്ങളുടെ ഒരു കാലയളവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്നാൽ ഏറ്റവും ഭയമാരെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങളാണ്. ഒന്നാമത്തെ ചിന്ത,
അത് എളുപ്പത്തിൽ പറയാം. 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ കാണുന്ന സ്തുതി സ്തോത്രങ്ങൾ ആണ്. ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദാവീദ് ജീവിതത്തിൻ്റെ പലായനത്തിൽ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ, സ്വന്തം നാട് വിട്ടു പോയപ്പോൾ, അഭയകേന്ദ്രങ്ങളിൽ പോയി അഭയം തേടിയിട്ട് അവിടെയും നിൽക്കാൻ കഴിയാതെ വീണ്ടും ഇറങ്ങി ഗുഹയിൽ കഴിയുന്ന സന്ദർഭത്തിലും ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണല്ലോ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ബ്ലസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. ഐ വിൽ ബ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ തന്നെ വേറെ ചില ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കർത്താവിനെ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്നു, പീഡിതരത് കേട്ട് സന്തോഷിക്കും. വേറെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗത്ത് ഭക്തിയുടെ ഒരു എക്സ്പ്രഷനാണ് കാണുന്നത്. ദി എക്സ്പ്രഷൻ ഓഫ് ഡിവോഷൻ ടു അവർ ലോർഡ് ഓൾമൈറ്റി. ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി, ദൈവത്തോടുള്ള നമ്മുടെ ആരാധന, ദൈവത്തോടുള്ള നമ്മുടെ ആദരവ് നമ്മൾ എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? അത് നമ്മുടെ സ്തുതിയുടെ, സ്തോത്രത്തിൻ്റെ, ആരാധനയുടെ, പ്രാർത്ഥനയുടെ എല്ലാം ഭാവങ്ങളിലൂടെയാണ് ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി വെളിപ്പെടുത്തുവാനായി സാധിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ, എല്ലായ്പ്പോഴും ഞാൻ ആരാധിക്കും, ദൈവത്തെ പുകഴ്ത്തും എന്ന് പറഞ്ഞാൽ ഓൾ സീസൺ എന്നാണ്. ഓൾ ദ ടൈം. നമ്മുടെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ മാവുകൾക്ക് പല പേരുകളുണ്ടായിരുന്നു. ഒരു 3-4 മാവുകൾ മാത്രമേ ഉള്ളൂ. നാട്ടുമാവ്, കോമാവ്, മൂവാണ്ടൻ മാവ്, കപ്പമാവ്, ഇങ്ങനെയൊക്കെയുള്ള കിളിച്ചുണ്ടൻ മാവ്, ഇത്രയേ ഉള്ളൂ. ദൈവകൃപയാൽ ഇങ്ങനെയുള്ള ഒരു മാവും നേഴ്സറിയിൽ ഇപ്പോൾ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പല രീതിയിലുള്ള മാവിൻ്റെ പേര് നമ്മളോട് പറയും. അങ്ങനെ കണ്ടുപിടിക്കുന്നതിനകത്തുള്ള ഒരു മാവാണ് ഓൾ സീസൺ മാംഗോ. നമുക്ക് ബാക്കിയുള്ളതെല്ലാം വാങ്ങിക്കുന്നതിലും സന്തോഷമുള്ളൊരു കാര്യം, എല്ലാ സീസണിലും മാങ്ങ കിട്ടുന്ന മാവ് കൊണ്ടുവെക്കുക. ഞാനും കൊണ്ടുവച്ചിട്ടുണ്ടൊരെണ്ണം. ആ മാവിൻ്റെ പ്രത്യേകത, മാങ്ങാണ്ടിയാണ് വലുത്, മാംസം ഒട്ടും കാണത്തില്ല, അതിൻ്റെ പുറത്തൊരു തൊലി ലെയർ പോലെ മാത്രമേ ഉള്ളൂ. മാങ്ങ തൊലി കഴിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല മാങ്ങയാണ് ഈ ഓൾ സീസൺ. മാങ്ങാണ്ടി വലുതും അതിൻ്റെ തൊലി ചെറുതാർക്കെങ്കിലും ഉള്ളവർക്കറിയാം. പക്ഷേ എന്നും പൂവും കായും പുഴുവും അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും. ഓൾ സീസൺ. മഴയത്തും കായ്ക്കും, വെയിലത്തും കായ്ക്കും. അന്യായ വിലയ്ക്ക് ചന്തയിൽ നിന്ന് മാങ്ങ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പറയാം നമ്മുടെ വീട്ടിൽ മാവുണ്ട്. ഓൾ സീസൺ. ഏത് കാലാവസ്ഥയിലും, ഏത് പ്രാതികൂല്യങ്ങളിലും, പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിലും ഫലം തന്നുകൊണ്ടിരിക്കുന്ന, പൂത്തുലഞ്ഞ് നിൽക്കുന്ന മാവാണ് ഓൾ സീസൺ മാവ്. മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പെട്ടെന്നാണ് മനസ്സിലായത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഓൾ സീസൺ ക്രിസ്ത്യൻസ് ആയിരിക്കണം നമ്മൾ. ഏത് കാലത്തും കഷ്ടത വരുമ്പോഴും, രോഗം വരുമ്പോഴും, ആരോഗ്യം വരുമ്പോഴും, ജോലി കിട്ടുമ്പോഴും, ജോലി കയ്യിൽ നിന്ന് പോകുമ്പോഴും, വിസ നഷ്ടപ്പെടുമ്പോഴും, വസ്തു നഷ്ടപ്പെടുമ്പോഴും, കടം കയറുമ്പോഴും പറയണം, ഞാൻ എൻ്റെ കർത്താവിനെ ഏത് സമയത്തും ഒരുപോലെ സ്തുതിക്കും. നഷ്ടകഷ്ടങ്ങളിൽ, നേട്ടങ്ങളിലും ലാഭങ്ങളിലും പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതിൻ്റെ ഊർജം ബലഹീനതയിൽ, കിടക്കയിലായിരിക്കുമ്പോൾ, കാലുകാശ് കയ്യിലെടുക്കാനില്ലാതിരിക്കുമ്പോഴും നമുക്കൊരുപോലെ പാടാൻ സാധിക്കും. നമ്മുടെ ഈ പഴയ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് അതിനോട് ചേർത്ത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ പാട്ട് ഉത്സവത്തിൽ ഈ പിന്നെ സന്ദർഭമനുസരിച്ച് പാടാവുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ ഒരു ആത്മീയ തരംഗം ഇവിടെ വരുമ്പോൾ ബീസാറിനും റൈസാറിനും അറിയുക ഏത് പാട്ടാണ് പാടേണ്ടത്. ഇപ്പോൾ അവർ വന്ന് പാടുന്ന ഒരു പാട്ടാണ്, നീളത്തിലുള്ള ഒരു പാട്ട് പാടുകയാണ്. എൻ്റെ രക്ഷകനാമേശുവേ. കുറച്ച് പേരെ ആറ്റിക്കൂടെ പോവും, കാരണം ആ ഒഴുക്കിനകത്ത്. കാര്യം നമ്മൾ ഈ താരാട്ട് പാടുന്നത് പോലെ ഇരിക്കും. അപ്പോൾ റഞ്ചിയച്ചൻ പറയും, പാട്ട് അത് വേണ്ട, വേറെ ചട്ടുക്ക പിട്ടുക്ക എന്ന് പറയുന്ന ഒരു പാട്ട് എടുക്കണം. കാരണം ഇത് ആത്മീയ തരംഗത്തിൻ്റെ സന്ദർഭം അനുസരിച്ച് പാടാം. സ്തുതിക്കേണ്ട പാട്ട് ഏതാണ്, സ്തോത്രം ചെയ്യേണ്ട പാട്ട് ഏതാണ്, ഇതിനെപ്പറ്റി എല്ലാം ഉള്ള സെലക്ഷൻ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും
അവർക്കിങ്ങനെ ആത്മീയ തരംഗങ്ങളൊന്നുമില്ലല്ലോ, വീട്ടിലെ തരംഗം മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു പ്രഭാത തരംഗവും സന്ധ്യാസമയത്തൊരു സന്ധ്യാ തരംഗവും, ഉഷപൂജയുമുണ്ട്, സന്ധ്യാപൂജയും ഉണ്ട്. അതിനകത്തൊരു പാട്ടെടുത്ത് പാടിയാൽ അത് പട്ടിണിയുള്ളപ്പോഴും ആ പാട്ട് പാടും, സമൃദ്ധി ഉള്ളപ്പോഴും പാട്ടുപാടും. ഒരു സീസണും നോക്കാതെ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നു. കയ്യിൽ പൈസ ഇല്ല, ദാരിദ്ര്യമാണ്, പിള്ളേരെ കെട്ടിക്കാൻ പ്രയാസമാണ്, ജോലിയില്ല, ഇതെല്ലാം പറയുമ്പോൾ പാട്ട് മാറ്റത്തില്ല. ആ സമയത്തും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പാട്ടുകൾ, അനുതാപത്തിൻ്റെ പാട്ടുകൾ. ഈ സന്ദർഭം നോക്കാതെ ഏത് സമയത്തും പാട്ടുപാടാം, ഏത് സമയത്തും ദൈവത്തെ സ്തുതിക്കാം, ഏത് സങ്കീർത്തനവും അവർക്ക് വായിക്കാം. ഒരു സീസണും നോക്കാതെ ദൈവം നടത്തിയ വഴികളിൽ ദൈവത്തോട് ചേർന്ന് നിന്നു. അതാണ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും, ഓൾ ദ ടൈം, എല്ലാ സന്ദർഭങ്ങളിലും നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും എല്ലാ മധ്യത്തിൽ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കാൻ സാധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുകയാണ്. ഞാൻ ഈ റഞ്ചി അച്ഛനുള്ളതുകൊണ്ട് തപ്പിപ്പിടിച്ച് രണ്ടുമൂന്ന് ഇംഗ്ലീഷ് വാക്കുമായിട്ട് വന്നാൽ, കാരണം അച്ഛന് ഈ മലയാളത്തെക്കാട്ടി പരിചയമുള്ളത്, അച്ഛൻ വരുന്നുണ്ട്, പരിചയമുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ബ്ലസ് ദ ലോർഡ് എന്നാണ്. ഞാൻ അനുഗ്രഹിക്കും എന്നുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ബറാക്ക് എന്ന ഹീബ്രു പദമാണ് അനുഗ്രഹത്തിന്. ബറാക്ക് ഒബാമയെ ഓർത്താൽ മതി, അതിൻ്റെ ആദ്യ ഭാഗം എടുത്താൽ മതി. അനുഗ്രഹം, ബറാക്ക് എന്നുള്ള വാക്ക് ആണ്. എന്താണ് അനുഗ്രഹം എന്നുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഏത് സമയങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നമുക്കൊരു ദോഷവും ചെയ്യുന്നില്ല. കഷ്ടമായാലും നഷ്ടമായാലും, വീടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള അനുഗ്രഹ ബോധ്യത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ബ്ലസ് ദ ലോർഡ് ഓൾ ദ ടൈംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത് നന്ദിയോടുകൂടെ ഓർക്കുക. ഈ ദാവീദ് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്തോത്രം, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോൾ പറയുകയാണ്, 2-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നു. അഭിമാനം കൊള്ളുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളം. നമുക്ക് എന്തിനെപ്പറ്റിയാണ് പ്രിയമുള്ളവരെ പുകഴുവാനായിട്ടുള്ളത്? എന്തിനെപ്പറ്റിയാണ് അഭിമാനമുള്ളത്? ഇന്ന് പല ആളുകളുടെ മുഖത്ത് വല്ലാത്ത നിരാശയാണ്. പിന്നീട് എന്തെങ്കിലും കോമഡി ഷോ കാണിച്ചെങ്കിൽ മാത്രമേ കുറച്ച് നേരത്തേക്ക് ഒരു ചിരി, അത് ഇടയ്ക്കാണ് നിന്ന് പോയെങ്കിൽ ഉടൻ തന്നെ അവരുടെ ചിരിയും സന്തോഷവും എല്ലാം മാഞ്ഞു പോകും. ഇവിടെ പറയുന്നത്, എൻ്റെ ഉള്ളം, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കുന്നു. എപ്പോഴും ബി പ്രൗഡ് ഓഫ് അവർ ലോർഡ്. ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കുക. പല ആളുകൾക്കും ചോദിച്ചത് കിട്ടിയില്ല, പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല, ദൈവത്തെപ്പറ്റി വലിയ അഭിമാനമൊന്നും ഇല്ല. ദൈവത്തെ അഭിമാനപൂർവം നമുക്ക് സ്തുതിക്കാൻ സാധിക്കണം. നമ്മളൊരാളെ കാണുമ്പോൾ ഷെയ്ക്കാൻ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന ആ അടുപ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം പോലെ വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് നിന്നെ കാണിച്ചു തരാമെന്നുള്ള രീതി, പ്രൈസ് ദ ലോർഡ് എന്ന് സിനിമയിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവനെ ഒരുത്തനെ വകവരുത്താനും പറയുന്നത് പ്രൈസ് ദ ലോർഡ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനത്തോടെ, ആത്മാംശത്തോടെ ഉള്ളിൽ തട്ടി ദാവീദ് പറയുകയാണ്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. അഭിമാനത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാർത്ഥതയോട് ദൈവത്തെ പാടി സ്തുതിക്കും. ഇവിടെ ഇന്നൊരു പാട്ടൊക്കെ പാടുന്നു, ഇതിവർക്ക് വേണ്ടി, ഇവിടെ പാടുന്ന ടീമിന് വേണ്ടി പാടാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടയാകരുത്. എൻ്റെ ഉള്ളിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെയൊക്കെ ഓർക്കുമ്പോൾ സ്ഥലം മറന്ന്, സന്ദർഭം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അഭിമാനത്തോടെ, ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. ഒരു വാക്കോടോടെ പറയുന്നുണ്ട്, എന്നോട് ചേർന്ന് യഹോവയെ, എന്നിട്ട് പറയുകയാണ്, ഒറ്റയ്ക്കിരുന്ന് സ്തുതിച്ചാൽ പോരാ, ചേർന്ന് സമാന അനുഭവങ്ങളുള്ളവർ. നമ്മുടെ ഈ കൂട്ടായ്മയുടെ അർത്ഥം നമ്മുടെ ഒന്നും വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ഇല്ലാത്തത്, വേദപുസ്തകം ഇല്ലാത്തത് കൊണ്ടല്ല. എന്നാൽ സമാന ദുഃഖിതരായ, ദൈവം നടത്തിയതായ വഴികളിൽ ദൈവം കരുതിയതായിട്ടുള്ള ആളുകൾ, സൗഖ്യം ലഭിച്ചതായ ആളുകൾ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്പർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള സമാന ഹൃദയർ ഒന്നിച്ചു ചേർന്ന് പറയുകയാണ്, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അതാണ് പറഞ്ഞിരുന്നത്, എക്സോൾട്ടേഷൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മഹത്വീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ദൈവനാമം ഉയർത്തുവാൻ,
ദൈവത്തെ ഉയർത്തിക്കാണിക്കുക. നമ്മൾ എത്ര താഴ്ന്നു നിൽക്കുമ്പോഴും, എത്ര തകർച്ചയിൽ നിൽക്കുമ്പോഴും, നമ്മൾ വീട് വിട്ടു പോകുന്നതായ സന്ദർഭങ്ങളിൽ, മുമ്പേ പറഞ്ഞതുപോലെ ജോലിയും പോയി, സൗന്ദര്യവും പോയി, ആരോഗ്യവും പോയി, എല്ലാം പോയി നിൽക്കുന്ന സന്ദർഭത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വഴി അടഞ്ഞു പോകരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ഒരിക്കലും നിന്നു പോകരുത്. അഭംഗുരം തുടരണം. അവിടെ പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെ, അതിൻ്റെ എല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. അവൻ ഭക്തിയുള്ള ചെറുപ്പക്കാരൻ ആയിരുന്നു. ഡിവോട്ടഡ് പേഴ്സൺ. അവൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച ആൾ. അവൻ പറഞ്ഞു, എൻ്റെ നാവിൽ, എൻ്റെ അധരങ്ങളിൽ സ്തുതിയുണ്ട്, എൻ്റെ ഉള്ളം യഹോവയെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ അകത്തും പുറത്തും ഒരേ സ്തോത്രം ആണ്. അപ്പം നമ്മുടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തെ സ്തോത്രം തന്നെ ആയിരിക്കണം അകത്തെ സ്തോത്രം, പുറത്തെ സ്തുതി തന്നെ ആയിരിക്കണം അകത്തെ സ്തുതിയും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ നാവിലും എൻ്റെ ഉള്ളിലും ഒരുപോലെ സ്തുതി ഉയരുന്നു. ഒന്നാമത്തെ ചിന്ത ഞാൻ അതിൻ്റെ ഒരു കോമൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ. രണ്ടാമത്തെ ചിന്തയാണ് പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്ന ജീവിതം. ഫ്രം ഫിയർ ടു ഫെയ്ത്ത്, ഫ്രം ഡിവോഷൻ ടു ഫെയ്ത്ത്. ഇതുവരെ ഭക്തിയുടെ ഒരു രംഗത്ത് നിൽക്കുന്ന ആള് തൻ്റെ ജീവിത അനുഭവത്തിൻ്റെ നെരിപ്പോട് പോലെയുള്ള അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ തുറന്ന് പറയുകയാണ്. ഇപ്പോൾ ആദ്യത്തേത് എക്സോൾട്ടേഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് ഫെയ്ത്ത് എക്സ്പീരിയൻസ് ആണ്. ജീവിത വഴികളിൽ, പിന്നിട്ട വഴികളിൽ വിശ്വാസത്തിൻ്റെ പാത ഏതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ സ്തുതിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? ഭയന്ന് ആരാധിക്കുന്നതാണോ, വിശ്വാസത്തിൽ ആരാധിക്കുന്നതാണ്? ഇനി നമുക്ക് ആ ഭയം വിശ്വാസത്തിലേക്ക് വരാം. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുളിക ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വരികയും വേണം. ഒരിക്കലൊരു തീർത്ഥാടക സംഘം തീർത്ഥാടന സ്ഥലത്ത് പോയി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു തീർത്ഥാടക സംഘം പോകുന്നത് പരിമലയൊക്കെ അങ്ങ് അടുത്തായി പോയി, അതുകൊണ്ട് ഇച്ചിരി ദൂരെ വേളാങ്കണ്ണി പോലെ ഏതൊരു സ്ഥലം അങ്ങ് മനസ്സിൽ കാണുക. അപ്പോൾ ഭക്ഷണവും എല്ലാം കരുതിയാണ് പോയത്. വെളിയിൽ നിന്നൊന്നും ഭക്ഷണമൊക്കെ കഴിച്ച് വയറിന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ കരുതി അവിടെ പോയി. അപ്പോൾ അവരവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കറി എടുത്ത് അവർ പരിശോധിച്ചപ്പോൾ അത്ര പന്തിയാണോ എന്നൊരു സംശയം, മണം വല്ലതും ഉണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം. അപ്പോൾ അവർക്ക് ചിലർ പറഞ്ഞു, എന്നാൽ കഴിക്കണ്ട, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, എന്നാൽ വലിയ കൊതിയോട് നമ്മൾ കൊണ്ടുപോയതാണ്, പക്ഷെങ്കിൽ എന്നാൽ കഴിക്കണ്ട. അപ്പോൾ അതിനകത്ത് ഒരു ഭക്തൻ പറഞ്ഞു, അപ്പോൾ പട്ടികളൊക്കെ അതിലൂടെ പോകുന്നുണ്ട്, നമുക്ക് പട്ടിക്ക് ഇച്ചിരി കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു. അതിൽ പട്ടിക്ക് ഇച്ചിരി കൊടുത്തു. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പട്ടിക്ക് ഇച്ചിരി കൊടുത്തു. പട്ടി പഴയതിനെക്കാട്ടി വളരെ സ്മാർട്ടായിട്ട് ഓടി നടക്കും. അവർ ദർശനവും എല്ലാം കണ്ട് എല്ലാം തിരികെ വന്നപ്പോൾ വൈകിട്ട് ന്യൂസ് കേട്ടു, ആ പട്ടി ചത്തുപോയി. ആ പട്ടി ചത്തുപോയെന്ന് കേട്ട ഉടൻ തന്നെ ആളുകൾക്ക് വയറ്റിൽ ഉരുണ്ടുകയറ്റം, വെള്ളം കുടിക്കണം, മേളിൽ കൂടെ താഴെ കൂടെ എല്ലാം പ്രയാസങ്ങൾ, ആകെപ്പാടെ അസ്വസ്ഥതയായിട്ട് ആ ഡോക്ടറെ കാണാനായിട്ട് പോയി. അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, എന്താ വിഷയം? എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം, ഇച്ചിരി പഴകിയ ഭക്ഷണമാണെന്ന് തോന്നുന്നു, ഞങ്ങളത് കഴിച്ചു, പക്ഷേ ഞങ്ങളത് ടെസ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചത്, പട്ടിക്ക് കൊടുത്തു, പട്ടി സ്മാർട്ടായിട്ട് നടന്നു, പക്ഷേ പട്ടി ചത്തു എന്നറിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ പട്ടി എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കണം, കാരണം അത് തന്നെയാണോ ഇത് എന്നുള്ള വിഷയം അറിയാൻ വേണ്ടി. അപ്പോൾ പട്ടിയെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ പറഞ്ഞു, പട്ടി വണ്ടി ഇടിച്ച് ചത്തു, അതിനെ അവർ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ചത്തതല്ല, വണ്ടി ഇടിച്ച് ചത്തതാണ്. അപ്പം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, പല ഭയത്തിൻ്റെയും കാരണം നമുക്ക് അറിയണമെന്നേ ഇല്ല. വെറുതെ വയറ്റിൽ ഉരുണ്ട് കയറ്റം, നമുക്ക് എന്തെല്ലാം ടെൻഷനാണ്. ചില ആളുകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാനൊക്കുന്നില്ല, ഇരിക്കാനൊക്കുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥതയുള്ള ആളുകളാണ്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അതിനോട് റിയാക്ട് ചെയ്യുന്നത് റിയാലിറ്റിയോടല്ല, നമ്മുടെ തന്നെ കുറേ ഐഡിയാസ് വെച്ചുകൊണ്ട് നമ്മൾ ഇല്ലാത്തതിനോട് വല്ലാതെ പേടിക്കുകയും സ്വയമായിട്ട് ഭ്രമിച്ച് രോഗിയായി തീരുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ഇവിടെ നമ്മൾ കാണുന്നു,
ദാവീദ് ഭയന്ന് പോവുകയാണ്. ദാവീദ് ഭയക്കേണ്ടത് ദൈവത്തെ മാത്രമാണ്. പക്ഷെങ്കിൽ ദാവീദ് ഇപ്പോൾ ദൈവത്തെക്കാൾ അധികം ഭയക്കുന്നത് ശൗലിനെ ആണ്. ശൗൽ എൻ്റെ ശത്രുവാണ്. ശൗൽ എന്നെ ജീവൻ അപഹരിക്കും. അതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ശൗലിനെ രക്ഷിച്ചയാളാണ്, ഇസ്രയേലിനെ രക്ഷിച്ചയാളാണ് ബാലനായ ചെറുപ്പക്കാരനായ ഈ ദാവീദ്. എങ്കിലും ദാവീദ് ജീവന് ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായി കാണുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നമ്മെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് ദാവീദ് പറയുമ്പോൾ ഇന്നും നമ്മളിൽ അവശേഷിക്കുന്ന ഭയ അംശങ്ങൾ ഉണ്ടോ? ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു വാക്കുകൂടെ പറയുകയാണ്. ഭയം എന്നുള്ളതിന് മഗുറോത്ത് എന്നുള്ളൊരു എബ്രായ വാക്കാണ് വേദപുസ്തകത്തിൽ ഉള്ളത്. പഠിച്ച അച്ഛന്മാരോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ പത്തായം എന്നാണ് അതിൻ്റെ അർത്ഥം. പത്തായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് കാണാനുള്ളതേ ഉള്ളൂ. ഇതുവരെ ആരും കണ്ടിട്ടില്ല എങ്കിൽ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ പോവുക. അവിടെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഒരു പത്തായമാണ് റിസപ്ഷൻ്റെ ടേബിളായിട്ട് ഇട്ടേക്കുന്നത്. പിള്ളേർ വല്ലതും ഇനി പത്തായം ഏതാ മമ്മി എന്ന് വല്ലതും ചോദിച്ച് പടം വല്ലതും കാണണമെന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ മതി. വീട്ടിലിപ്പോൾ കാണാനായിട്ട് സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. പത്തായം എന്ന് പറഞ്ഞാൽ അറ, ധ്യാനപ്പുര, അതിനകത്തൊന്നും വെട്ടവും വെളിച്ചവും ഉള്ളതല്ല. പത്തായത്തിൽ കയറി ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും കണ്ടുപിടിക്കാനൊക്കത്തില്ല. ഇനി കണ്ടുപിടിച്ചാൽ തന്നെ വെളിയിലെടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ ജീവൻ കാണുന്നത്. നമ്മൾ നാട്ടിലൊക്കെ പറയാനുള്ളൂ, ഇനിയിപ്പോൾ അവനെ പേടിച്ച് ഇപ്പം പത്തായത്തിൽ കയറിയിരിക്കാനൊക്കെ, കടുകിനത്തുന്ന കയറിയിരിക്കാം, ഇവനെ പേടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഇപ്പോൾ ആളുകൾക്ക് പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എവിടെയെങ്കിലും കയറി ഒളിക്കുക ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ. അപ്പോൾ ഈ ദാവീദിൻ്റെ ഭയം എന്ന് പറയുന്നത് അത്രമാത്രം ഭയന്ന് ഒരാൾക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള മാളങ്ങളിലേക്കാണ് അവൻ ഒളിക്കുന്നതായി കാണുന്നത്. അതുല്ല ഗുഹയിൽ വരെ അവൻ ചെന്നു, ഇരുട്ടറയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് തന്നെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ ഞാൻ പറയാം. വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ തട്ടിപ്പറിച്ചെടുത്തു എന്നാണ്. തട്ടിപ്പൊളിച്ച് അവൻ്റെ ആ മാളം പൊളിച്ച് അവനെ അതിനകത്തുനിന്ന് രക്ഷിച്ച് വലിച്ച് പുറത്തൊക്കെ ഇടുക. നക്സൽ സംഘമൊക്കെ ചെന്നിട്ട് അവനെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് ബലാത്കാരമായി ഒരിക്കലും പിടികൊടുക്കാത്ത ഏത് ഗുഹയിൽ ഒളിച്ചാലും അവിടെ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയാത്ത രീതിയിലുള്ള വിടുതലിൻ്റെ അനുഭവമായിട്ടാണ് കാണുന്നത്. താഴോട്ട് പറയുന്നുണ്ട്, ചുറ്റും പാളയമിറങ്ങി രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ട അവൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും കാര്യങ്ങൾ ഞാൻ ആ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ഭയത്തെപ്പറ്റി പറയുകയാണ്. ഇന്ന് പ്രിയമുള്ളവരെ, നമുക്കെന്തിനെക്കുറിച്ചുള്ള ഭയമാണ്? പ്രാണനെ പറ്റിയുള്ള ഭയമാണോ? മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭയമാണോ? എനിക്ക് തോന്നുന്നു ദാവീദിൻ്റെ ഉള്ളിൽ നിന്നത് മറ്റുള്ള ആളിനെ പറ്റിയുള്ള, ശൗലിനെക്കുറിച്ചുള്ള ഭയം. വിളിച്ചു, തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു, നിയുക്ത രാജാവാണ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന ആളും ദൈവത്തെക്കാൾ അപ്പുറമായി ശൗലിനെ, നാട്ടുരാജാവിന്, സ്വർഗീയ രാജാവിനേക്കാൾ അപ്പുറമായി നാട്ടുരാജാക്കന്മാരെ ഭയപ്പെടുന്ന രീതി നമ്മൾ മറക്കണം. ഇപ്പം ചില ആളുകൾക്ക് കർത്താവിനെ ഭയമേ ഇല്ല, പക്ഷെ ചില അച്ഛന്മാരെ ഭയങ്കര ഭയമാണ്. പാസ്റ്റർമാരെ വല്ലാത്ത ഭയം. അയ്യോ വല്ലതും പ്രാർത്ഥിച്ച് വല്ലതും ആക്കിയെങ്കിലും എന്ന് വിചാരിച്ച് നെടുമ്പാട് വീണ് കർത്താവ് ഒരു ദോഷവും എനിക്കായിട്ട്, കർത്താവിനെ അത്രയും പേടിയില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേക്കാമെന്ന് പറഞ്ഞാലും ചിലരങ്ങ് കിടക്കും. കാരണം അത് കർത്താവിൻ്റെ മുമ്പിലില്ല, ഇതൊന്നും ആരും ഒന്നും കാണുന്നില്ല. കർത്താവിൻ്റെ മുമ്പിൽ ബഹുമാനമില്ല, കർത്താവിനെ ഭയമില്ല. എന്നാൽ അടുത്തിരിക്കുന്നവനെ ഭയമാണ്. ഇന്ന് അവിടെ ഇരിക്കുന്നില്ല, മാറുക. കാരണം ആരാധന കഴിഞ്ഞ് ജീവനോട് തിരിച്ചു പോകാൻ ഒക്കുമെന്നുള്ളതിനെപ്പറ്റി ഉറപ്പില്ല. എന്ത് ത്യാഗവും സഹിച്ച് നമ്മൾ മാറിയിരിക്കാൻ ആളുകളെ ഭയമാണ്. നമ്മെ ഭയപ്പെടുത്തുന്ന ചെറുതും വലുതുമായ എല്ലാ വിഹ്വലതകളിൽ നിന്നും, എല്ലാ വ്യക്തികളിൽ നിന്നും, എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മാറേണ്ടത് ഏറ്റവും ആവശ്യം ആണ്. കോവിഡിനെ പറ്റി ഒരു കഥയുണ്ട്, അതുകൂടെ ഞാൻ പറയാം. പേടിയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ആളുകൾക്ക് ഇപ്പോൾ പേടി വരുന്നത്. നാളെ കോവിഡ് വരുന്നു, ഉടനെ അങ്ങ് വീഴും.
പിന്നെ നാളെ തന്നെ 18 വെള്ളം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ചാറ്റമഴ പെയ്താൽ എൻ്റെ അച്ഛാ 2018 മനസ്സിൽ നിൽക്കുന്നത്. ദൈവം അത്ഭുതകരമായിട്ട് ഇത്രയും വർഷം കൂടെ നടത്തിയതൊന്നും അന്നേരം ഓർക്കുന്നില്ല, അതിനകത്ത് ജീവൻ പോകാതെ നമ്മളെ ശേഷിച്ചു എന്നുള്ളതല്ല. എന്നാലും 18 വെള്ളമാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഞാൻ ധൈര്യമായിട്ട് പറയാം, അടുത്ത 100 വർഷത്തേക്ക് ആ മോഡൽ വരത്തില്ല. 6ൻ്റെ തീരത്തോട്ട് 2 വീട് വെച്ച് താമസിച്ചു, എന്തെങ്കിലും കുഴപ്പം വരുവാന്ന് തന്നെയൊന്നും പറയരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കെല്ലാം ചില കാര്യങ്ങൾ കണ്ടു കേട്ട് ഭയന്ന് അതിൻ്റെ പേരിൽ ആ ഭയം നമ്മുടെ മനസ്സിൽ വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കൊറോണ വൈറസിൻ്റെ വരവ് പറയുകയാണ്. കൊറോണ വൈറസ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുവാണ്. എയർപോർട്ടിൽ വന്ന എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി നിന്നപ്പോൾ ഇതുവരെയും കാണാത്ത അതിഥിയോട് എമിഗ്രേഷൻ ഓഫീസർ ചോദിച്ചു, എവിടെ പോവാ? ഇന്ത്യയിലേക്കാണെന്ന് മനസ്സിലായി. എന്തിനു പോവാണ്? അപ്പോൾ കൊറോണ വൈറസ് പറഞ്ഞു, എനിക്കൊരു1000 പേരെ തട്ടണം, അതിനുവേണ്ടി പോവാണ്. 1000 പേരെ ആവശ്യമുണ്ട്, കൊല്ലണം, അതിനുവേണ്ടി പോവാണ്. പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് SCയിൽ വേണം തിരിച്ചു വിടാൻ. പോയിട്ട് വന്നപ്പോൾ ചോദിച്ചു, പോയ മിഷനൊക്കെ നടന്നോ? മിഷൻ നടന്നു. നിങ്ങൾ 1000 പേരെ കൊല്ലണമെന്നും പറഞ്ഞു പോയി, ഇപ്പോൾ 50,000 കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈറസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 1000 പേരെ മാത്രമേ കൃത്യമായിട്ട്, ഞാൻ ചൈനയിൽ നിന്ന് വന്ന ആളാണ്, ഞാൻ 1000 പേരെ മാത്രമേ കൊന്നുള്ളൂ, ബാക്കിയത് മുഴുവനും ഞെട്ടി മരിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഭയത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. മരുന്നിനെക്കാട്ടിൽ വല്ലാത്ത നമ്മൾ ഈ ആത്മീയ മേഖലയിലാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ ചിരിച്ചല്ലോ, ആളുകളെ വേരിട്ടി ഭയപ്പെടുത്തി ഇഞ്ചക്റ്റ് ചെയ്ത് വേരിട്ടി ഒരു പരുവമാക്കുന്ന മേഖല ആത്മീയ മേഖലയുടെ അത്രയും വേറെ ഒരു സ്ഥലത്തും. നാളെ ഈ അർദ്ധരാത്രിക്ക് മുമ്പ് 2 അറിയാമെന്നൊക്കെ പറഞ്ഞാൽ ആരാ ഉറങ്ങുന്നത്? അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഇവിടെ പറയുകയാണ് ദാവീദ്, ഞാൻ എൻ്റെ ദൈവത്തെക്കാൾ ഇടയബാലനായ എന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ശൗലിൻ്റെ പട്ടാളത്തിൽ സേനയിലുണ്ടായിരുന്ന ആളുകളാണ്. ഉയരവും പൊക്കവും തൂക്കവും 6 പാക്ക് മൈസിലുമുള്ള ആളുകളെ എല്ലാം നോക്കിയിട്ട് ശമൂവേൽ പറഞ്ഞു, ഇനിയും ഉണ്ടോ? അന്നേരം പറഞ്ഞു 7+1. അത് ഇശായി കൂട്ടിയിട്ടേ ഇല്ല. കൊച്ചു പയ്യൻ, പ്രായപൂർത്തിയായിട്ടില്ല, അവനെയൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചോണ്ട് വന്നപ്പോൾ അവൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കുന്നതായി കാണുന്നു. പ്രിയമുള്ളവരെ, ശക്തരെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഇടയിൽ, മസിൽ പവറുള്ളവരെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഇടയിൽ, രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പിഞ്ചുബാലനെ, ആ ഇടയ ബാലനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ്, നിന്നെയാണ് ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് നിന്നെ തെരഞ്ഞെടുക്കുവാൻ ഭയമില്ല. പിന്നെ നീ എന്തിനാണ് ദൈവത്തെക്കാൾ അപ്പുറമായി ഈ നാട് നീങ്ങുന്ന ഈ രാജാവിനെ നീ ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭയം ഏതിനെക്കുറിച്ചുള്ളതാണ്? ദൈവത്തെ ഭയക്കണം, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ ലോകത്തിലെ ആളുകളെ ഭയക്കുന്ന ഫോബിയയിൽ നിന്നും മാറി നമുക്ക് ഫെയ്ത്ത് ഫോബിയ ഉണ്ടാകണം. അങ്ങനെ ഒരു വാക്കുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ജോസഫ് സാർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് പറയാൻ പേടിയാണ്. അതുകൊണ്ട് നമുക്കിന്നൊരു ഫോബിയ രോഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പട്ടിയും പൂച്ചയും പാസ്റ്ററെ അച്ഛനെയും ഒന്നും കണ്ടിട്ടുള്ള പേടിയല്ല നമുക്ക് ഉണ്ടാകേണ്ടത്. കർത്താവിനെ കണ്ടിട്ടും കർത്താവിലുള്ള വിശ്വാസത്തിൽ ആ വിശ്വാസത്തെ പറ്റിയുള്ള ഭയം നമുക്ക് നല്ലതുപോലെ ഉണ്ടാകണം. സോ വി ഷുഡ് ഹാവ് ഫെയ്ത്ത് ഫോബിയ ഇൻ അവർ ലൈഫ്. എനിക്കൊരു പേടിയുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള പേടിയാണ്. എനിക്കൊരു ഭയമുണ്ടെങ്കിൽ അതെൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഭയമാണ്. എനിക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് സകല രാജാക്കന്മാരെക്കാളും സകല നേതാക്കന്മാരെക്കാളും എനിക്കെൻ്റെ വിശ്വാസം എൻ്റെ ദൈവത്തിലാണെന്ന് ആഴപ്പെട്ട അടിവരയിട്ട് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഭയം മാറി നമുക്ക് വിശ്വാസം. ഒന്നും ഭയപ്പെടേണ്ട എന്നുള്ള പാട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് വൈകിട്ടത്തെ പാട്ട് പാടിയാൽ മതി, സകല സമയം എടുക്കും. ഓരോ നിമിഷവും നീ അവനിൽ വിശ്വസിച്ചാൽ മതി, നിനക്കൊന്നും ഭയപ്പെടേണ്ടതായിട്ട് വരികയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് ഞാനിപ്പോൾ രുചിച്ചറിയുന്നു. ഓടിപ്പോയവൻ, തകർന്നു പോയവൻ, എല്ലാം വിട്ടുപേക്ഷിച്ചു പോയവൻ, മറവിടങ്ങളിൽ ഒളിഞ്ഞിരുന്നവൻ പറയുകയാണ്, ഈ വഴികളിലെല്ലാം ഞാൻ എൻ്റെ യേശുവിനെ, കർത്താവിനെ, ദൈവത്തെ ഞാൻ രുചിച്ച് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുക. എന്താണ് ഈ രുചി? ഇന്ന് നമുക്ക് രുചി നല്ലതുപോലെ അറിയാം.
പഴയ ആളുകൾ ചിലപ്പോൾ പറയും വായ്ക്ക് രുചിയില്ല എന്ന് പറയും. വായ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് രുചി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വായ്ക്ക് രുചിയില്ല അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ രുചിയുടെ ടിഷ്യൂസൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അല്ലെങ്കിൽ രുചിയില്ല എന്ന് പറയുമ്പോൾ വീട്ടിലെ വൈദ്യൻ പറയും ഡോക്ടറെ പോയി കാണണം. രുചിയില്ലായ്മ രോഗത്തിൻ്റെ ലക്ഷണം ആണ്. ഇന്നത്തെ നമ്മുടെ പ്രത്യേകത, നമ്മൾ എന്തെല്ലാം രുചിയോടും കൊശിയോടും കൊണ്ടുവന്ന് ഈ അച്ചായന്മാരുടെ അടുക്കൽ വെച്ചാലും സന്തോഷം വരത്തില്ല. അച്ചായന്മാരെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഇപ്പോൾ പല വീടുകളിലും അച്ചായന്മാരാണ് ഭക്ഷണം വെക്കുന്നത്. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുത്താലും ആ മുഖം ഒന്ന് പ്രസാദിച്ച് കാണാനായിട്ട് വളരെ വളരെ പ്രയാസം. ഇന്ന് കല്യാണം ആലോചിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യം ചെറുക്കൻ്റെ ജോലിയും ഡിഗ്രിയും ഒന്നുമല്ല, നിനക്ക് കുക്കിംഗ് അറിയാമോ? ആ പെണ്ണ് അന്നേരമേ വീഴുമെന്ന് പറഞ്ഞാൽ ഓക്കെ ഡാഡി സമ്മതിച്ചിരിക്കും. അവർക്ക് ഏറ്റവും അലർജിയുള്ള ഒരു മുറിയാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. ഈ മറ്റേ സ്വിഗ്ഗിയും സൊമാറ്റോയുടെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ, ഈ കിച്ചണിൻ്റെ ഫോൺ നമ്പർ ഇല്ല. എൻ്റെ അച്ഛൻ സംഘം പിടിച്ച ആൾ എല്ലാം രാവിലെ എഴുന്നേറ്റ് ചെയ്ത് പൊതിയും കെട്ടി തരും. ഇതുപോലൊരു ഭർത്താവിനെ ആർക്കും കിട്ടത്തില്ല. പുള്ളിക്ക് ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഷെഫാണ്, സ്വന്തം വീട്ടിലെ തന്നെ ഷെഫായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. പോട്ടെ, രുചി. നമ്മൾ ഈ രുചിച്ചറിയുക എന്ന് പറയുന്നത്, എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫുഡിൻ്റെ രുചി നമുക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഇത് പറയുകയാണ്, നമ്മൾ ഭക്ഷണം കഴിക്കാതെ പഥ്യമൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഓർക്കാൻ പറയുകയാണ് മഞ്ഞപ്പിത്തം. ഉള്ള പിത്തത്തിൽ ഏറ്റവും നല്ല പിത്തമാണ് മഞ്ഞപ്പിത്തം. അപ്പോൾ ഈ മഞ്ഞപ്പിത്തമൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഒരുമാതിരിപ്പെട്ടവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണും. ഇല്ലെങ്കിൽ വരാൻ പ്രാർത്ഥിക്കും, വരുന്നത് നല്ലതാണ്. ഈ ആരോഗ്യം നമ്മുടെ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്ന നാട്ടുമരുന്നാണ്. ഓതറയും പല പല സ്ഥലങ്ങളുണ്ട് ഇതിനുള്ള ഉരുട്ടി കൊടുക്കുന്ന സ്ഥലമൊക്കെയാണ്. അത് ഒരു നേരം കൊണ്ട് കഴിക്കാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ അസ്തമിക്കുന്നതിന് മുമ്പോ ഇത് കഴിക്കണം. പക്ഷേ ഒരു മാസത്തേക്ക് ഉപ്പും കൂട്ടാനും ഒക്കത്തില്ല, ഇറച്ചിയും കഴിക്കാനൊക്കത്തില്ല, മീനും കഴിക്കാനൊക്കത്തില്ല. ഒന്നുമില്ലാത്ത ഇച്ചിരി കഞ്ഞിയും കാര്യമൊക്കെ തരും. ഇതെല്ലാം പഥ്യം മാറിക്കഴിഞ്ഞിട്ട് ഇന്ന് തൊട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്ന ഒരു ദിവസം വരും. ഒരു പരിചയമില്ലേ നിങ്ങൾക്കിത് കേട്ടിട്ട്? അന്നേരം കഴിക്കുന്ന സാമ്പാറിൻ്റെ രുചിയും ചമ്മന്തിയുടെ രുചിയും വേറെ കുഴിമന്തിയിലും കിട്ടത്തില്ല, KFCയിലും കിട്ടത്തില്ല, നിങ്ങൾ എവിടെ പോയാലും കിട്ടത്തില്ല. കാരണം ഒന്നും രുചിയില്ലാത്തത് കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം, പട്ടിണി കിടന്നതിന് ശേഷം ഒരൽപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന രുചി വലിയ രുചിയാണ്. നിങ്ങളുടെ വീട്ടിലെന്നും കഞ്ഞിയും ചമ്മന്തിയും പയറുതോരനുമാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ തന്നെ എല്ലാവരുടെയും മുഖം ഇതേ ഷേപ്പിലൂടെ ഇരിക്കത്തില്ല. കുറച്ച് പേരുടെയൊക്കെ മുഖം പൊള്ളി ഒക്കെ ആസിഡ് വീണതുപോലൊക്കെ ഇരിക്കും. എന്നാൽ ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഒരു വീട്ടിലും കഞ്ഞി കുടിക്കാത്ത കുഞ്ഞുങ്ങളും പാത്രത്തിലിട്ട് നിന്നടിച്ച് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, വെളുപ്പാൻ കാലത്ത് ഇറങ്ങിയതാണ്. 3 ട്രിപ്പ് കഴിക്കേണ്ട സമയം കഴിഞ്ഞ് 2:30 ആയപ്പോഴത്തേക്ക് ഇനിയും ചൂടുവെള്ളമാണെങ്കിലും വേണ്ടില്ല, കഞ്ഞിവെള്ളം ഭയങ്കര ഡിമാൻഡാണ്. ഒടുവിൽ കമ്മിറ്റി വരുമ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് വെള്ളമേ ഉള്ളായിരുന്നു, അതിനത് ചോറൊട്ടും ഇല്ലായിരുന്നു. അടുത്ത വർഷത്തേക്ക് കൺവീനറെ നമ്മൾ മാറ്റുകയും ചെയ്തു. കാര്യം കഞ്ഞിയുടെ ടേസ്റ്റ് നോക്കി അങ്ങ് കുടിച്ചു പോയി. വേണ്ട എന്ന് പറഞ്ഞ പിള്ളേരും അങ്ങ് കുടിക്കാൻ. പറയാൻ വന്നത്, വിശന്നിരുന്ന് കഴിയുന്നവനാണ് രുചിയുടെ മഹത്വം അറിയുന്നത്. പട്ടിണി കിടക്കുന്നവനാണ് അത് മാറിക്കഴിയുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ രുചി അറിയുന്നതിന്. സുഭിക്ഷതയിൽ കറിയുന്നവൻ രുചി അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ രുചി അറിയാനായിട്ട് വലിയ പ്രയാസമാണ്. ദാവീദ് പട്ടിണിയും പരിവട്ടവും ബുദ്ധിമുട്ടും ഒളിച്ചോട്ടത്തിൻ്റെ എല്ലാ മധ്യത്തിൽ അവൻ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ച് അറിഞ്ഞിരുന്നു. ടേസ്റ്റ് യുവർ ലോർഡ്. ദൈവാനുഭവത്തെ നമുക്ക് രുചിച്ച് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭയം മാറുക. എന്നെ സകല ഭയങ്ങളിൽ നിന്നും അവൻ വിടുവിക്കുന്നു എന്ന് പറയുക. നമുക്ക് വേണ്ടത് ഭയമല്ല പ്രിയമുള്ളവരെ. ഭയം മാറി വിശ്വാസത്തിലേക്ക് നമുക്ക് വരണം. 3ാമത്തെ ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആദ്യം പറഞ്ഞത് ഭക്തിയാണ്.
ഭക്തിയുടെ എക്സ്പ്രഷനാണ് എക്സോൾട്ടേഷൻ, മഹത്വീകരണം, പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി, ആരാധന. ഞാൻ യഹോവയെ എല്ലാ കാലത്തും, സീസൺ നോക്കിയല്ല, എല്ലാ കാലത്തും സുഖദുഃഖങ്ങളിലും എല്ലാം ഒരുപോലെ വാഴ്ത്തും. ഞാൻ തന്നെയല്ല, ഞാൻ എന്നോട് ചേർന്ന് ദൈവത്തെ, സമാന അനുഭവമുള്ളവർ ചേർന്ന് കൈകോർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കും. രണ്ടാമത് പറഞ്ഞത്, ഭയന്ന് ഞാൻ വിശ്വാസത്തെ രുചിച്ച് അറിയുന്നു. അകന്നുപോയ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. അവൻ എന്നെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് വിശ്വാസത്തോടെ പറയുകയാണ്. മൂന്നാമത്തെ കാര്യം 11-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. മക്കളെ, അവനിപ്പോൾ ഭയം മാറി ഭയങ്കര വിശ്വാസമായി കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ട് നിൽക്കുകയാണ്, ടേസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അവൻ അടുത്ത മേഖലയിലേക്ക് പോവാണ്. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഇത് ദൈവത്തിൻ്റെ വാക്കുകൊണ്ട് ദാവീദ് ഏറ്റെടുക്കുന്ന ഒരു മിഷനുമായിട്ട് ചേർന്നും നമുക്കൊരുപോലെ ചിന്തിക്കാൻ കഴിയുന്നതാണ്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇനിയും യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർന്ന് പറയുകയാണ്. ഞാൻ ആദ്യത്തെ ആ വാക്ക് മാത്രം അടിവരയിട്ട് പറയട്ടെ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. എക്സോർട്ടേഷൻ. ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ രുചിച്ചറിഞ്ഞ നമ്മൾ അടുത്ത തലമുറയോട് പറയണം, ഈ ദൈവത്തെ സ്തുതിക്കണം, ഈ ദൈവത്തെ ടേസ്റ്റ് ചെയ്യണം. നമുക്കങ്ങനാണല്ലോ, ഏതെങ്കിലും ഒരു അനുഭവം കേട്ടിട്ടാണ് നമ്മൾക്കതിനോടൊരു കൊതി തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു പുതിയ ഫുഡ് കോർട്ട് വന്നെന്നിരിക്കട്ടെ, റോഡ് സൈഡിൽ എവിടെയെങ്കിലും. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയണം, ഞങ്ങൾ ഈ പ്രാവശ്യത്തെ തരംഗം മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ കഞ്ഞിയാണെന്നറിഞ്ഞു, പക്ഷേ കഞ്ഞി കുടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഫുഡ് കോർട്ടിൽ പോയാണ് ഫുഡ് കഴിച്ചത്. കഴിക്കുവാന്നേ അവിടുന്ന് കഴിക്കണം. അപ്പോൾ അന്നേരം തൊട്ട് തന്നെ ഇനി നമ്മൾ ആ ഒരു കോർട്ടിലേ ഉള്ളൂ കയറാത്ത. കോർട്ടെന്ന് പറഞ്ഞാൽ കോടതിയല്ല, ആ ഒരു ഹോട്ടലിലേ ഉള്ളൂ നമ്മൾ കയറാത്ത. ബാക്കിയുള്ളിടത്തെല്ലാം ചെന്ന് നമുക്ക് നല്ല പരിചയമാണ്. ചെല്ലുമ്പോഴേ നമ്മുടെ പാർക്കിംഗ് ഏറിയായും സാറ് ഗുഡ് മോർണിംഗ് ഒക്കെ അടിച്ച് ആൾക്കാർ നമ്മളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടുത്തെ രുചി അറിഞ്ഞ ഒരാൾ നമ്മളോട് പറയുന്നു, മീൻ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന്, മന്തി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കണം. എനിക്ക് മന്തി അറിയത്തുള്ളൂ, ഒരു മൃഗത്തിൻ്റെ പേരിലുള്ളതായതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ വന്നുകൊണ്ട് മനസ്സിലിരിക്കും. അപ്പോൾ രുചിച്ചറിഞ്ഞവർ, അനുഭവിച്ചറിഞ്ഞവൾ നമ്മളോട് പറയുകയാണ്, അവിടോട്ട് പോവുക. ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ ഇന്ന കാര്യമാണോ, ഞങ്ങൾ പോയി സൗഖ്യം കിട്ടിയ നല്ല ഡോക്ടറാണ്, ഇനി ചികിത്സിച്ചില്ലെങ്കിൽ അദ്ദേഹത്തോട് പോയി ഒരു 5 മിനിറ്റ് ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോന്നാൽ തന്നെ ഒരു വിടുതൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ പോകും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും സൗഖ്യത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ആഡംബരത്തിൻ്റെ കാര്യത്തിലും കാഴ്ചയുടെ കാര്യത്തിലും എല്ലാം കണ്ടു കേൾക്കുന്ന ആളുകൾ എത്ര സ്റ്റാർ ഉണ്ടതിന്, എത്ര പേരതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ട് ലൈക്ക് ചെയ്യുവാനും അവിടെ പോകുവാനും നമ്മൾ കൊതിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവത്തെ സ്തുതിച്ച പൂർവികരെ, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ പ്രിയമുള്ളവരെ, അത്യന്താധുനിക ഈ സത്യാനന്തര കാലത്ത് നിന്റെ മക്കളോട് നീ ഈ സദ്വാർത്ത പറയണം. പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യരുത്, നിന്റെ മക്കളോട് സുവിശേഷം പറയാൻ. ദാവീദ് പറയുകയാണ്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. ദാവീദിരുന്ന് പാടുകയാണ്, വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. യഹോവയോടുള്ള ഭയമല്ല പറഞ്ഞു തരുന്നത്, യഹോവയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ദ റിയൽ ഫെയ്ത്ത് ഇൻ ലോർഡ്. ദൈവത്തിൽ ഭയന്നു പോയ ഞാൻ, ഈ ദൈവത്തെ ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, ആ കലർപ്പില്ലാത്ത വിശ്വാസം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. അതുകൊണ്ടൊരു പ്രബോധനത്തിൻ്റെ, എക്സോർട്ടേഷൻ്റെ, ഗുണദോഷത്തിൻ്റെ, ഉപദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. ആദ്യത്തേത് ഞാൻ പറഞ്ഞത് പഴയ കാലഘട്ടങ്ങളിലെ ഭയഭക്തിയെ പറ്റിയാണ്. ഈ കാലഘട്ടങ്ങളിൽ, വർത്തമാന കാലഘട്ടത്തിൽ ദാവീദ് അനുഭവിച്ചതായ പ്രതിസന്ധികളും ഒളിച്ചോട്ടത്തിൻ്റെയും എല്ലാം അനുഭവങ്ങളാണ്. ഇനിയും ദാവീദ് പറയാൻ പോകുന്നത്, ഇനിയും വരാൻ പോകുന്ന പുതിയ തലമുറയെ ഗൗരവമായിട്ട് കാണണം. ഭാവി, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് എക്സോർട്ടേഷനാണ് പറയുന്നത്. മക്കളെ
വന്നെനിക്ക് ചെവി തരിക. നമുക്ക് ഈ വിശ്വാസം നമ്മുടെ മക്കളിലേക്ക് കൈമാറാൻ സാധിക്കണം. വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൈമാറുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തെ കൈമാറുവാൻ ദൈവം വിളിച്ചിരിക്കുന്നത് മാതാപിതാക്കളെ, മുതിർന്ന തലമുറയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ ഈ കഴിഞ്ഞിടയിൽ സ്ഥാനാരോഹണം ചെയ്ത ആളാണ് ജോർജ് കൂവക്കാട്ട് എന്ന് പറയുന്ന അച്ഛൻ. ബിഷപ്പായി, മെത്രാപ്പൊലിത്തയായിട്ട് അഭിഷേകം ചെയ്തു, ആർച്ച് ബിഷപ്പായി. ഇനി അദ്ദേഹം 7-ാം തീയതി റോമിൽ വെച്ച് കർദിനാളായി അഭിഷേകം. ഒരച്ഛനായിരിക്കുമ്പോൾ നേരിട്ട് കർദിനാളായിട്ട് പോപ്പ് തിരഞ്ഞെടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിൽ അദ്ദേഹം ഒരു ബിഷപ്പായി കഴിഞ്ഞ് ചെന്നപ്പോൾ മറുപടി പറഞ്ഞപ്പോൾ വളരെ ഗദ്ഗതകണ്ഠനായിട്ട് പറഞ്ഞ 2 വാചകം ഞാൻ നിങ്ങളോട് പറയാം. അത് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്, സാക്ഷ്യം പോലെ പറയുകയാണ്. വന്ന വഴിയിൽ നന്മകളുടെ പാഠങ്ങൾ പഠിപ്പിച്ച ധാരാളം ആളുകൾ ഉണ്ട്. അതിനകത്ത് എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ പള്ളിയിലെ മുതിർന്നവരും, എൻ്റെ കൂടെ പഠിച്ചവരും, എൻ്റെ നാട്ടുകാരും ഉണ്ട്. വന്ന വഴിയിൽ എനിക്ക് നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഒന്നും എനിക്ക് മറക്കാൻ പ്രയാസമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കുട്ടിയായിരുന്ന സമയം വേറെ കുട്ടികളും കൂടെ ചേർന്ന് മുറ്റത്തിരുന്ന് കളിക്കുമായിരുന്നു. അപ്പനകത്തുണ്ട്. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ, പ്രായമുള്ള ഒരാൾ, പണ്ടൊക്കെ അങ്ങനെ നമുക്ക് ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം വീട്ടിൽ കയറി വന്നു. അദ്ദേഹത്തിന് എന്തോ അപ്പനോ അമ്മയോ കൊടുത്തു പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ മോനെ വിളിച്ചു പറഞ്ഞു, നീ എന്താ വല്യപ്പൻ വന്നപ്പം എഴുന്നേക്കാഞ്ഞത് എന്ന് ചോദിച്ചു. മുറ്റത്തിരുന്ന് കളിക്കുന്ന പയ്യനാണ്. ആ പയ്യനെ വിളിച്ചിട്ട് ധർമ്മക്കാരൻ പൈസയും കൊണ്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പൻ വിളിച്ച് അടിക്കാനോങ്ങി നിൽക്കുകയാണ്, നീ എന്താടാ അപ്രായമുള്ള വല്യപ്പൻ വന്നപ്പം എഴുന്നേക്കാഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, മറുപടി ഒന്നും പറയാനൊക്കത്തില്ലല്ലോ അന്ന്. ഇവരുടെയൊക്കെ മുമ്പിൽ എന്തിനാണ്? മാർപ്പാപ്പയൊന്നും അല്ലല്ലോ വന്നത്, പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ വന്നത്, വലിയ വല്യപ്പച്ചനൊന്നും അല്ലല്ലോ വന്നത്. വഴിയെ പോയ ഒരാൾ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച മൂല്യമാണ്. സെമിനാരിയിൽ പഠിപ്പിച്ചതിനേക്കാൾ, ഞാൻ എൻ്റെ സ്കൂൾ കോളേജിൽ പഠിച്ചതിനേക്കാൾ, എൻ്റെ വീട്ടിൽ എൻ്റെ പാവം പിടിച്ച അപ്പനും അമ്മയും എനിക്ക് തന്ന മൂല്യബോധമാണ്. പ്രായമുള്ള ഏതൊരാളെ കണ്ടാലും, അവൻ പിച്ചക്കാരനാണെങ്കിലും അവൻ ഏത് ഉന്നതനാണെങ്കിലും എഴുന്നേൽക്കാൻ നീ പഠിച്ചിരിക്കണം. പറഞ്ഞു, എന്നെ ഈ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയപ്പോൾ ഈ പാഠങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ച നല്ല പാഠങ്ങളാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ സഹായത്തിന് ആളുകൾ വരും. 2 കാര്യം നമുക്ക് നമ്മുടേതല്ലാത്ത കാര്യം കേൾക്കാൻ ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് പറയാണ്. സഹായത്തിന് ആളുകൾ വരുമ്പോൾ ചാച്ചൻ പറയും, ഒരു 500 രൂപ കൊടുക്കുക. നമ്മളിവിടെ ഇരുന്ന് ഈ പള്ളിയിലെ സംഭാവനയ്ക്ക് ഇരുന്ന് അങ്ങ് ഓർത്താൽ മതി, ചാച്ചൻ്റെ കാര്യം ഒന്നും ഓർക്കണ്ട എന്ന് പറയും. അന്നേരം മമ്മി അപ്പുറത്തൂടെ വന്ന് പറയും, എത്ര? 1000 കൊടുക്കും. ചാച്ചൻ 1000 കൊടുക്കും. ഇതെന്നെ വളർത്തിയ വീട്ടിലെ നന്മയുടെ പാഠങ്ങളാണ്. എല്ലാ മമ്മി അങ്ങനെ കാണിക്കണമെന്നില്ല. ചില മമ്മി വന്നതിന് ശേഷം ഇനി നാളെയും വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം കൂടെ കൊടുത്ത് തീർത്താൽ എന്താണെന്ന് ചോദിക്കും. പ്രിയമുള്ളവരെ, ഒരു യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജിലോ ഒന്നും പോയാൽ കിട്ടാത്ത ചില കാര്യങ്ങൾ, മക്കളെ ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവാവബോധം, ദൈവസന്നിധിയിലെ മൂല്യബോധം, ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ ഒരു പ്രൊഫസേഴ്സിനെയും പുറത്തുനിന്ന് കൊണ്ടുവരണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൻ്റെ വിലയേറിയ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം.
ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ എല്ലാവർക്കും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആളാണ്. അല്ലെ, നമ്മുടെ തിരുമേനിമാരെല്ലാം പോയിട്ട് വന്നതിൻ്റെ സ്തോത്ര പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സോഷ്യൽ മീഡിയയിൽ. അതെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ 2013 അദ്ദേഹം ഈ ചുമതലയിലേക്ക് പ്രവേശിച്ചു. ബർഗോളിയോ സംതിങ് അങ്ങനെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാർഡിനൽ, ഹമ്മൂസ് എന്നാണ് പേര്, ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത് ഈ ചുമതലയിലേക്ക് പോപ്പായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരൻ വന്ന് എല്ലാവരും വിഷ് ചെയ്ത് പോവുകയാണ്. ഓരോരുത്തരും വന്ന് 2 തോളത്തുമൊക്കെ ഉമ്മ കൊടുത്ത് പോകുന്ന കൂട്ടത്തിൽ ഈ ഹമ്മസ് എന്ന് പറയുന്ന കാർഡിനൽ വന്നു. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒരു വാചകം അദ്ദേഹത്തിൻ്റെ ചെവിയിലോട്ട് പറഞ്ഞു, ഡോണ്ട് ഫോർഗെറ്റ് ദ പുവർ. പാവങ്ങളെ ഒരിക്കലും മറക്കല്ലേ. ഡോണ്ട് ഫോർഗെറ്റ് ദ പുവർ. പാപ്പ പറഞ്ഞു പിന്നീട് പല വേദികളിലും, എനിക്ക് ആ ചെവി കേട്ട കാര്യം അതെന്നും മുഴങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഷേപ്പില്ലാത്തവനെയും സൗന്ദര്യമില്ലാത്തവനെയും എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ളവനെയും ആരും തൊടാത്തവനെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേക അടുപ്പം. ആളുകൾക്ക് തോന്നും ബിഷപ്പിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട്, പോപ്പിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് ഇടപെടുകയാണോ എന്ന്. എവിടെയാണ് പ്രിയമുള്ളവരെ രുചിച്ചറിയേണ്ട അനുഭവം? എന്താണ് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്? വെളിയിലോട്ടുള്ള ടെസ്റ്റ് എഴുതുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണോ? വിസായിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണോ? അതൊക്കെ ഏജൻസികൾ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് പറഞ്ഞും പറയാതെയും കൊടുക്കേണ്ട ചില വിശ്വാസത്തിൻ്റെ പാഠങ്ങളും പാഠഭേദങ്ങളുമുണ്ട്. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെവി അടുത്ത് കണ്ടിട്ട് എത്ര നാളായി പ്രിയമുള്ളവരെ? ഇനിയും ചെവിയുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഓതിക്കൊടുക്കുന്നത്? ആ ഓത്തിനകത്ത്, ഓതിക്കൊടുക്കുന്നതിനകത്ത് ഇത് ദൈവത്തെ മറക്കല്ലേ. ദൈവത്തെ രുചിച്ചറിയണമേ. നിങ്ങൾ ലോകത്തിൽ ആരെ ഭയപ്പെടുന്നതിനേക്കാളും ദൈവത്തെ ഭയപ്പെട്ടോണം. ഏത് രാജ്യത്ത് പോയാലും ആരാധനയിൽ പങ്കെടുക്കണം. ഏത് മേഖലയിൽ തിരക്കാണെങ്കിലും ഈ ദൈവവചനം വായിച്ചിരിക്കണം, പ്രാർത്ഥിച്ചിരിക്കണം, ആരാധനയിൽ പോകണം. ദൈവമാണ് വലിയവൻ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാൻ നമ്മളല്ലാതെ ആരുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തലമുറയ്ക്കൊരു പ്രബോധനം കൊടുക്കണം. അത് നമ്മുടെ ജീവിതമായിരിക്കണം. ആ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ നേരടയാളങ്ങൾ ആയിരിക്കണം. എൻ്റെ വിശ്വാസം കണ്ട് എൻ്റെ മക്കളും കൊച്ചുമക്കളും പറയാതെ അറിയുന്ന, പറയാതെ വിശ്വസിക്കുന്ന, നിർബന്ധിക്കാതെ അനുഗമിക്കുന്ന അനുഭവത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. അപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1, ആരാധന ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും ഒരിക്കലും നിന്നു പോകരുത്. എല്ലാ സീസണിലും, രോഗമുണ്ടെങ്കിലും, തലനേരെ നിൽക്കുന്നില്ലെങ്കിലും, സമൃദ്ധി ഉണ്ടെങ്കിലും, പട്ടിണിയാണെങ്കിലും, സുഭിക്ഷതയാണെങ്കിലും, ഏതനുഭവത്തിലും പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടെ ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്. ഒന്നിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം ഭക്തി ജീവിതം, ആരാധനാ ജീവിതം. 2, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വഴിമാറി വരണം. റീസണില്ലാത്ത, വെറുതെ ഭയപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമല്ല, ഒളിച്ചോടുകയല്ല. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അഭയം തേടുന്നു. അവൻ്റെ പാദപീഠത്തിൽ നമ്മൾ അഭയം കണ്ടെത്തുകയാണ്. നീ മാത്രമാണ് അഭയം. ഒരു പുരോഹിതൻ്റെ അടുക്കൽ നമ്മൾ പറഞ്ഞില്ല, അഹിമേലക് പുരോഹിതനാണ്, ആഖീസ് രാജാവാണ് അബിമേലക്ക്. പിന്നീട് അതുല്ലാം ഗുഹയാണ് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ. ഒരു പുരോഹിതനും ഒരു രാജാവും ഓരോ ഒളിസങ്കേതവും നിന്നെ ശാശ്വതമായിട്ട് രക്ഷിക്കത്തില്ല, എക്സെപ്റ്റ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മാറിൽ നമുക്ക് ചാരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭയം മാറി, എന്നെ സകല ഭയങ്ങളിൽ നിന്നും മാറി നമുക്ക് വേണ്ടിയ ഫോബിയ, വി ഷുഡ് ഹാവ് ഫെയ്ത്ത് ഫോബിയ. എന്താണ് അവൻ്റെ അസുഖം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി,
അവന് വിശ്വാസം എന്ന അസുഖം മാത്രമേ ഉള്ളൂ. യേശുവിൽ വിശ്വസിക്കും. മൂന്നാമത്തേത്, ഈ വിശ്വാസം കൊണ്ട് ഞാൻ എൻ്റെ ഭയം മാറുകയല്ല, വരുന്ന തലമുറയെ ഭയത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും അവരെ വിശ്വാസത്തിൻ്റെ പാതകളിലേക്ക് കൊണ്ടുവരുവാൻ അവരുടെ ഏതെല്ലാം രീതിയിലുള്ള അത്യാധുനിക കണ്ടുപിടുത്തങ്ങളുടെയും സയൻസിൻ്റെയും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നേട്ടങ്ങളുടെയും മധ്യത്തിൽ അവർക്ക് കൊടുക്കേണ്ടത്, ചെവിയിൽ ഓതി കൊടുക്കേണ്ടത്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തി, യഹോവയോടുള്ള അടുപ്പം, യഹോവയിലുള്ള വിശ്വാസം, കർത്താവിലുള്ള ആഴമായ വിശ്വാസം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ പ്രബോധിപ്പിക്കുന്നവർ, സഞ്ചരിക്കുന്ന പുസ്തകങ്ങളായിട്ട് നമ്മൾ തീരണം. എന്നെ കണ്ട ആളുകൾ വായിക്കട്ടെ, എൻ്റെ ജീവിതം കണ്ട് അവൻ്റെ സാക്ഷികളായിട്ട് തീരുവാൻ നമുക്കിടയായി തീരണം. അതുകൊണ്ട് ആരാധനയും അനുഭവ സാക്ഷ്യങ്ങളും പ്രബോധനവും ജീവിത സാക്ഷ്യങ്ങളും ഉള്ളവരായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദാവീദ് ശക്തനായി തിരിച്ചു വരികയാണ്. അവൻ്റെ സിംഹാസനത്തിലോട്ട് അവൻ കയറുന്നു, സുവർണ കാലഘട്ടത്തിൻ്റെ രാജാവായി തീരുന്നു. നമ്മൾ ആരെങ്കിലും ഭയന്ന് പേടിച്ച് ശുശ്രൂഷയിൽ നമ്മൾ തളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് അവനിൽ അഭയം കണ്ടെത്തുക. അവൻ നിങ്ങളെ ഉയർത്തും. അവൻ നിങ്ങളെ കാണാത്ത സ്ഥാനങ്ങളിൽ എത്തിക്കും. അവിടെ നമുക്ക് ഇതുവരെയും ആരും ചെയ്യാത്ത അത്യത്ഭുതകരമായ മാതൃകാപരമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും.